Well, praise the Lord. Amen. Well, it's a joy to be with you here today. ഇന്ന് നിങ്ങളുമായി ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. And to see your bright smiling faces. നിങ്ങളുടെ സന്തോഷമുള്ള മുഖങ്ങൾ കാണുന്നത് അതിലേറെ സന്തോഷകരമാണ്. I love coming into worship with believers all over the world. ലോകത്തിന്റെ ഏത് ഭാഗത്തും വിശ്വാസികളുമായി ആരാധന കൂടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. And even though I cannot sing with you, I can enter into the realm of the Spirit with you. എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ പാടുവാൻ അറിയത്തില്ലെങ്കിലും ഒരേ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. Amen. Amen. So I want to just bring a word to encourage you today. നിങ്ങളെ പ്രചോദിപ്പിക്കുവാനായി ഒരു വചനം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. We are living in very interesting times. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിച്ചു വരുന്നത്. All over the world there is an acceleration of things happening in the natural realm. ലോകത്തിൽ എല്ലാ കാര്യത്തിലും വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. But there's also an acceleration in the realm of the spirit. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മാവിന്റെ ചലനത്തിലും വളരെ ദ്രുതഗതിയിൽ ഒരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളും കൂടെയാണ്. Amen. Amen. And God has a plan for today to bring in a great harvest of souls. വലിയ ഒരു കൊയ്ത്തിന്റെ ഒരു ആത്മാക്കളുടെ ഒരു വലിയ കൊയ്ത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. And what's exciting about this plan is God cannot do it without you. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ദൈവത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് നമ്മുടെ ആവശ്യം അതിനകത്തുണ്ട്. You are a very special part of God's plan. ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ നിങ്ങളും ഞാനും വലിയ ഒരു പങ്ക് വഹിക്കുന്നു. So let's open our Bibles to James chapter 5. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And I want to read verses 7 and 8. 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ James chapter 5 verse 7 says, Therefore be patient, brethren, until the coming of the Lord. See how the farmer waits for the precious fruit of the earth, waiting patiently for it until it receives the early and the latter rain. You also be patient, establish your hearts, for the coming of the Lord is at hand. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. Now in this passage of scripture, ഈ വേദഭാഗത്തിൽ the farmer is the Lord. കൊയ്ത്തുകാരൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് കർത്താവാണ്. And we find out the Lord is waiting for something. ഈ കർത്താവ് എന്തിനോ ഒരു കാര്യത്തിനായി കാത്തിരിക്കുന്നതായി നാം കാണുന്നു. He's waiting for the precious fruit of the earth. കർത്താവ് കാത്തിരിക്കുന്നത് ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് വേണ്ടിയിട്ടാണ്. And what would be the precious fruit of the earth? എന്തായിരിക്കും ലോകത്തിൽ നിന്നുള്ള ഈ വിലയേറിയ ഫലം എന്ന് പറയുന്നത്? It's souls. ഇത് ആത്മാക്കളെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. God is waiting for souls to come into the kingdom. ദൈവം ആത്മാക്കൾ വിടുവിക്കപ്പെട്ടവന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ കാത്തിരിക്കുന്നു. So someone will say, why hasn't Jesus come back for his church? ചിലരെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായി ക്രിസ്തു സഭയ്ക്കായി മടങ്ങി വന്നില്ല എന്ന്. Because God's waiting for a great harvest of souls to come in. കാരണം കർത്താവ് ഇനിയും ആത്മാക്കൾ സഭയോട് ചേരുവാൻ കാത്തിരിക്കുന്നു. Amen. Amen. So if this is what God is waiting for, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം കാത്തിരിക്കുന്നതെങ്കിൽ, then God must have a plan to bring in this great harvest. എന്നാൽ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വലിയൊരു പദ്ധതി ഈ കാര്യത്തിൽ ഉണ്ടാകും. Amen. Amen. If this is what he's waiting for, he must have a plan. ഇതാണ് ദൈവം കാത്തിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും അതിനുവേണ്ടി ഒരു പദ്ധതി ദൈവത്തിനുണ്ടാകും. When I was in America in 2006, 2006 ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ, I was there with my wife and it was a Wednesday. We flew into a little town in America. ഞങ്ങൾ എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് ഫ്ലൈ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. And when we arrived, our luggage did not arrive. Our bags did not arrive. Your baggage did not arrive. ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളുടെ ബാഗേജ് വരുവാനിടയായില്ല. It's the fourth time in America that they've lost our bags. നാലാമത്തെ തവണയാണ് ഞങ്ങൾക്ക് അമേരിക്കയിൽ ബാഗുകൾ നഷ്ടപ്പെടുവാനിടയായത്. And so I was going from the airport to preach. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു മീറ്റിംഗിന് പ്രസംഗിക്കുവാൻ വേണ്ടി കടന്നു പോകേണ്ടതായിരുന്നു. My Bible, my notes were in the bags that didn't arrive. എൻ്റെ ബൈബിൾ, എൻ്റെ നോട്ട്സ് എല്ലാം ആ നഷ്ടപ്പെട്ട ബാഗിനകത്തായി പോയി. But my wife had a little travel Bible with her.
എൻ്റെ വൈഫിന്റെ ബാഗിൽ ഒരു ചെറിയ ട്രാവൽ ബൈബിൾ ഉണ്ടായിരുന്നു. And on the way to the church, I said, Lord, what do you want me to preach? ഞാൻ ആ സഭയിലേക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ അവിടെ പോയി എന്താണ് And he പ്രസംഗിക്കേണ്ടത്? gave me a verse of scripture. കർത്താവ് എനിക്ക് വചനത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞു തന്നു. I didn't know that night God was about to change the ministry. അന്ന് രാത്രിയിൽ എൻ്റെ ശുശ്രൂഷയെ കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോകുമായിരുന്നു എന്ന് ഞാൻ അന്നേരം അറിഞ്ഞിരുന്നില്ല. Because when a preacher gets up to preach, ഞാൻ ഏതെങ്കിലും ഒരു പ്രാസംഗികൻ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ he has a message for you. ആ പ്രാസംഗികന് നിങ്ങൾക്ക് തരാനായി ഒരു മെസ്സേജ് ഉണ്ട്. And he's going to give you something from God. ആ ദൈവദാസൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചിലത് നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. But as I got up to preach, പക്ഷെ അന്ന് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ the Spirit of God said this to me. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, He said the message isn't for the people, it's for you. ഇന്ന് നീ പ്രസംഗിക്കുന്ന പ്രസംഗം ജനത്തിനു വേണ്ടിയല്ല, നിന്നോട് തന്നെയാണ് നീ The Lord പ്രസംഗിക്കേണ്ടത്. said, I was the one that had the problem. The Lord said, I was the one who had a problem. നിനക്കാണ് ഇന്ന് രാത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. And that night it was very hard to preach. അന്ന് രാത്രി വളരെയേറെ പ്രസംഗിക്കാനായി ഞാൻ പ്രയാസപ്പെടുകയുണ്ടായി. Because God was showing me some things in my life that needed to change. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങളെ എനിക്ക് കാണിച്ചു തരുവാനിടയായി. And see, I spent a lot of time going to restricted access countries. റെസ്ട്രിക്റ്റഡ് കൺട്രീസ്. Yes, restricted countries. ഒരുപാട് പ്രാവശ്യം ഞാൻ നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായി കടന്നു പോകാൻ Where ഇടയായിട്ടുണ്ട്. it's illegal to preach the gospel. എവിടെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നത് നിരോധിക്കപ്പെട്ട രാജ്യങ്ങൾ, അതാണ് ഞാൻ I spent ഉദ്ദേശിച്ചത്. a lot of time in those countries. ഒരുപാട് പ്രാവശ്യം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഞാൻ പോകുവാൻ And ഇടയായിട്ടുണ്ട്. believers were on fire for God. അവിടെയുള്ള വിശ്വാസികൾ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ എരിവോടെ നിൽക്കുന്നത് ഞാൻ കാണുവാനിടയായി. And I'd come home to Australia. ഞാൻ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി വന്നു. And people ഞാനതുകൊണ്ട് വെസ്റ്റിനെ ഞാൻ എഴുതി തള്ളി. But God said to me that night, അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, He said, son, you forgot something. മോനെ നീ ചില കാര്യങ്ങൾ മറന്നുപോയി. You forgot God. You forgot the God factor. നീ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച്, ദൈവത്തിന്റെ ഉള്ളത്തെ കുറിച്ച് നീ മറന്നുപോയി. And the Lord said this to me. അന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചു. He said, I'm not going to have half my church on fire, full of the Holy Spirit, signs, wonders and miracles and souls coming into the kingdom. ഓക്കെ, ഞാൻ ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ദൈവത്തിന്റെ സഭയിലേക്ക് വരുന്നത് മാത്രമല്ല, And the other half shriveled up doing nothing. The other half doing nothing. they have to do The other half of the body of Christ. പകുതി പേര് മാത്രമല്ല, മറ്റേ പകുതി കൂടെ, അതർ ഹാഫ്, അവരും കൂടെ കർത്താവിന്റെ ആത്മാവിലേക്ക് ഇങ്ങനെ തന്നെ എരിവോടെ നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം The Lord said, I'm going to have my church all over the world on fire, full of the Holy Spirit, signs, wonders and miracles. നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിലെ എരിവ് അവിടെ മാത്രമല്ല, എഴുതി തള്ളപ്പെട്ട വെസ്റ്റ് പോലുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ എരിവോടെ കർത്താവിന് നിൽക്കുന്നതാണ് കർത്താവ് ആഗ്രഹം. അന്ന് രാത്രി എന്നോട് കർത്താവ് Amen. ആമേൻ. And so that night God started to show me some things. അന്ന് രാത്രി കർത്താവ് ചിലതെന്നെ കാണിച്ചു. He started to show me how this great move of God would take place all over the world. എങ്ങനെയാണ് ഈ വലിയ പദ്ധതി ലോകമെമ്പാടും നടക്കാൻ പോകുന്നതെന്ന് അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. So I want to share with you this morning what God has been showing me. അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചത് എന്താണെന്ന് ഇന്ന് പകലിൽ നിങ്ങളിലേക്കും പകരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. So come with me to Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് എൻ്റെ ഒപ്പം നിങ്ങൾ വരണമേ. And let's look at verse 11. 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. You just read it. Thank you, brother. Now here we see what we call the fivefold ministry gifts. കർത്താവ് സഭയ്ക്കായി നൽകിയ 5 തരത്തിലുള്ള ശുശ്രൂഷകളെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. The apostle, ഒന്ന് അപ്പോസ്തലന്മാർ, the prophet, പ്രവാചകന്മാർ, the evangelist, സുവിശേഷകന്മാർ, the pastor and the teacher. ഇടയന്മാർ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ. The fivefold ministry 5 gifts. തരത്തിലുള്ള ശുശ്രൂഷകന്മാർ. And we have expected these fivefold ministry gifts to do all the work. ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരും ചേർന്നാണ് ദൈവത്തിന്റെ സഭയിലെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത്. We expect them to do all the preaching.
എല്ലാ പ്രസംഗങ്ങളും അവർ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. To pray for the sick, രോഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ ചുമതലയാണെന്ന് നമ്മൾ കരുതുന്നു. to get people saved, ആൾക്കാരെ രക്ഷിക്കപ്പെടുത്തുന്നത് അവരുടെ ചുമതലയാണെന്ന് കരുതുന്നു. to run the church. സഭയെ നടത്തിക്കൊണ്ടു പോകുന്നത് അവരുടെ ചുമതലയാണ്. So we have expected the fivefold ministry to do all the work. ഈ 5 തരത്തിലുള്ള ആൾക്കാർ സഭയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. Some countries I go to, ചില രാജ്യങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പോൾ they preach only the pastor and evangelist can get people saved and pray for the sick. ചില സഭകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർമാർക്കും ഇവാഞ്ചലിസ്റ്റിനും മാത്രമാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരം എന്ന്. So this is how we view the church. അങ്ങനെയാണ് നാം സഭയെ കാണുന്നത്. We expect the pastor to do all the work. എല്ലാ ജോലിയും സഭയുടെ എല്ലാ കാര്യങ്ങളും പാസ്റ്റർ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ധാരണ. But then we see in the next verse there is another group of people. എന്നാൽ അടുത്ത വാക്യത്തിൽ മറ്റൊരു കൂട്ടം ആൾക്കാരെ നാം കാണുന്നു. And verse 12. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയമർത്തനയ്ക്കും ആകുന്നു. And now we see another group of people. ഇവിടെ നാം മറ്റൊരു കൂട്ടം ആൾക്കാരെ കാണുന്നു. These are the saints of God or the believers. ഇതാണ് ദൈവത്തിന്റെ വിശുദ്ധന്മാർ അഥവാ വിശ്വാസികൾ. And we are told we are to equip the believers to do the work of the ministry. ഈ പാസ്റ്റർമാർ മാത്രമല്ല ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതെന്ന് അതിന് പ്രാപ്തരാക്കി വിശ്വാസികളെയും എടുക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. So what is the work of the ministry? എന്താണ് മിനിസ്ട്രി കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്? Well, the ministry is number 1 is to get people saved. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒന്നാമത് ആൾക്കാരുടെ രക്ഷയാണ്. Number 2 to pray for the sick. രണ്ടാമത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. And number 3 to disciple people. മൂന്നാമത് ആൾക്കാരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. This is the work of the ministry. ഇതാണ് ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This is what believers are supposed to do. ഇതാണ് നാം വിശ്വാസികൾ എന്ന നിലയിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. But we have mainly left this work up to the fivefold ministry. പക്ഷേ നാം ഇത് പ്രധാനമായും 5 തരത്തിലുള്ള മിനിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമായി മാറി. So let me ask you a question. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. How many apostles do we have here this morning? ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര അപ്പോസ്തലന്മാർ നമുക്കുണ്ട്? No apostles. How many prophets do we have? എത്ര പ്രവാചകന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many evangelists do we have? എത്ര സുവിശേഷകന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്? Any evangelists? 1, 2 evangelists. Okay. 2 പേര് മാത്രമേ ഉള്ളൂ. How many pastors do we have here today? എത്ര ഇടയന്മാർ നമുക്കുണ്ട്? Okay, 1, 2. 2, 3, 4. All right. We have 4 pastors, 2 evangelists. 4 പാസ്റ്റർമാരും 2 സുവിശേഷകന്മാരുമാണ് നമുക്കുള്ളത്. And we expect them to do all the work. ഇവരാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടതെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. Let me ask one more question. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. How many believers do we have here today? എത്ര വിശ്വാസികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? Put your hands up, come on. കരങ്ങളെ ഉയർത്തി. Now, I want us to see something here today. ഇന്ന് പകലിൽ ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. You see, the believers are to do the work of the ministry. നിങ്ങളാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടത്. Pastors are shepherds. പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇടയന്മാരാണ്. Shepherds look after sheep. ഇടയന്മാർ ആടുകളെ നോക്കുകയാണ് ചെയ്യുന്നത്. You are God's sheep. നിങ്ങൾ നല്ല ആടുകളാണ്. You are God's sheep. നിങ്ങൾ നല്ല ആടുകളാണ്. And sheep produce sheep. ആടുകൾ വീണ്ടും ആടുകളെ ജനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Shepherds don't produce sheep. ഇടയന്മാരല്ല ആടുകളെ ജനിപ്പിക്കുന്നത്, ആടുകളാണ് ആടുകളെ ജനിപ്പിക്കുന്നത്. But sheep produce sheep. ആടുകളാണ് ആടുകളെ ജനിപ്പിക്കുന്നത്. Now, a number of years ago, I had a lady come up to me in church. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ എൻ്റെ ചർച്ചിലേക്ക് കടന്നു വരുവാനിടയായി. And she said to me, I've invited a friend to church and she will not come. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ സ്ഥിരമായി ചർച്ചിലേക്ക് വിളിക്കുന്നു, അവൾ വരുന്നില്ല എന്നോട് പറയുവാനിടയായി. This lady was very upset. അവൾ വളരെ അതിൽ നിരാശ ഉള്ളവളായി കാണപ്പെട്ടു. I said, how many times have you invited her? എത്ര തവണ നീ അവളെ വിളിച്ചു എന്ന് ഞാൻ ചോദിച്ചു. She said, I've asked her to come 4 times. 4 പ്രാവശ്യം ഞാൻ അവളെ ചർച്ചിലേക്ക് കടന്നു വരുവാൻ വിളിച്ചു എന്ന് പറഞ്ഞു. So I said to her, ഞാൻ അവളോട് പറഞ്ഞു, why do you want her to come to church? എന്തിനാണ് നീ അവളെ ചർച്ചിലേക്ക് വിളിക്കുന്നത്? And this is what she said.
അവൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, I want her to get saved. അവൾ രക്ഷിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So I said, ഇതായിരുന്നു എന്റെ എക്സ്പ്രഷൻ. I said, if you want her to get saved, അവൾ രക്ഷിക്കപ്പെടണം എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ why don't you get her നീ saved? എന്തുകൊണ്ട് അവളെ രക്ഷയിലേക്ക് നയിക്കുന്നില്ല എന്ന് ഞാൻ അവളോട് ചോദിച്ചു. And she said this, ഇപ്രകാരമാണ് അവളുടെ മറുപടി ഉണ്ടായിരുന്നത്, I don't know how. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. And I have heard this all over the world. ഞാനിത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കാറുണ്ട്. Believers do not know how to get people saved. എങ്ങനെയാണ് മറ്റൊരാളെ രക്ഷയിലേക്ക് നയിക്കേണ്ടതെന്ന് വിശ്വാസികൾക്ക് അറിയുന്നില്ല. And so we have put a training program together. നമുക്ക് ഇന്ന് പകലിൽ ഒരു പരിശീലനമാണ് ആവശ്യം. I was in Papua New Guinea. ഞാൻ പാപ്പ ന്യൂ ഗിനിയിലായിരുന്നു. I was teaching in a Bible school. ഞാനൊരു ബൈബിൾ സ്കൂളിൽ അവിടെ And പഠിപ്പിക്കുകയായിരുന്നു. on the last day that I was teaching, അവസാനത്തെ ദിവസം ഞാൻ I പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ was talking to one of the students. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയോട് ഞാൻ ഇപ്രകാരം സംസാരിക്കുകയുണ്ടായി. The next week they were going to have a church planting seminar. അടുത്തതായി ഒരു ചർച്ച് പ്ലാന്റിംഗ് സെർമണി ആയിരുന്നു I said to ഞങ്ങൾക്കുണ്ടായിരുന്നത്. him, are you going to plant a church? നീ ഒരു സഭ സ്ഥാപിക്കാൻ പോകുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചു. He said no. അവൻ പറഞ്ഞു ഇല്ല. I said, well, you're a believer. നീ ഒരു വിശ്വാസിയാണോ എന്ന് ഞാൻ ചോദിച്ചു. You should be getting people saved and praying for the sick. Are you doing that? നീ തീർച്ചയായും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആൾക്കാരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതെന്ന് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. He said no. അവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. I said, why not? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. He said, I don't know how. അവൻ പറഞ്ഞു എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. I went back to my room. ഞാൻ എൻ്റെ റൂമിലേക്ക് മടങ്ങി വന്നു. And I was laying there. ഞാൻ അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ And the Spirit of God spoke to me and said, you have to train people how to do it. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു എപ്രകാരം ഇത് ചെയ്യണമെന്ന് ആൾക്കാരെ നീ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കണമെന്ന്. And so part of my ministry right now with Pastor Asam, we are going to many countries. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആശം പാസ്റ്ററുമായി ചേർന്ന് ഞങ്ങൾ പല രാജ്യത്ത് പോയിട്ട് ചെയ്യുന്നത്, because if we're going to have a great move of God, ഞാൻ ദൈവത്തിന്റെ വലിയൊരു മൂവ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. we're going to have to equip the believers to do the work of the അങ്ങനെ ministry. ഒരു മൂവ് ഉണ്ടാകണമെങ്കിൽ ബിലീവേഴ്സിനെ വിശ്വാസികളെ അതിനുവേണ്ടി പര്യാപ്തരായി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. Now I don't know what it's like in your country. നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണ് എപ്രകാരമാണെന്ന് എനിക്കറിയില്ല. But back home in Australia, പക്ഷേ ഓസ്ട്രേലിയയിൽ if we invite people to church, ആരെങ്കിലും നമ്മൾ ചർച്ചിലേക്ക് വിളിക്കുകയാണെങ്കിൽ they don't want to come. അവർക്ക് വരാൻ താല്പര്യമില്ല. Is that the same in your country? നിങ്ങളുടെ രാജ്യത്തും ഇങ്ങനെ തന്നെയാണോ? We invite people to church നിങ്ങൾ ആൾക്കാരെ ചർച്ചിലേക്ക് വിളിക്കാറുണ്ടോ? and they don't want to come. അവർക്ക് വരാൻ താല്പര്യമില്ല. അങ്ങനെയാണോ ഇവിടുത്തെയും സിറ്റുവേഷൻ? So let me tell you the story of my father-in-law. എൻ്റെ ഫാദർ ഇൻ ലോയുടെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. My father-in-law was a very tough man. പുള്ളി ഒരു വളരെ കഠിനനായ മനുഷ്യനായിരുന്നു. He did not like me very much. എന്നെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. He called me John the Baptist. യോഹന്നാൻ സ്നാപകൻ എന്നായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. And the day my wife and I are getting married, ഞാനും എൻ്റെ ഭാര്യയുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം, she's coming to the church with her father. അവളുടെ പപ്പായുമായി ചർച്ചിലേക്ക് വരികയായിരുന്നു. And her father said, it's not too late. ഫാദറിലോ ഇങ്ങനെ പറഞ്ഞു, ഇനിയും താമസിച്ചിട്ടില്ല. But my wife said, no, he's the man for me. എൻ്റെ ഭാര്യ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇദ്ദേഹം തന്നെയാണ് എനിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ. And we have been married for 51 wonderful years. 51 വർഷത്തെ വിവാഹ ജീവിതം ഞങ്ങൾ ഇന്ന് പിന്നിട്ടു. Hallelujah. Hallelujah. So my father-in-law came to live with us before he died. താൻ ഈ ലോകം വിട്ട് പോകുന്നതിന് മുൻപ് കുറച്ച് നാൾ അദ്ദേഹം ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കുകയുണ്ടായി. And I said to my wife one day, we need to get your dad saved. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നാം രക്ഷയിലേക്ക് നയിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുവാനിടയായി. And so I came up with a plan. ഒരു പദ്ധതിയിലേക്ക് ഞാൻ പതുക്കെ നടന്നു നീങ്ങി. And this was the plan. ഇതായിരുന്നു ആ പദ്ധതി. We got our 7-year-old daughter and we said, you go tell grandpa about Jesus. ഞങ്ങളുടെ 7 വയസ്സുള്ള ഞങ്ങളുടെ മകളെ, അദ്ദേഹത്തിന്റെ ചെറുമകളെയാണ് ഈ സുവിശേഷവുമായി ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിട്ടത്. And so she went into his bedroom. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് അവൾ പതിയെ നടന്നു കയറി. And my wife and I stood outside the door and prayed. ഞങ്ങൾ പതുക്കെ ഡോറിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. But she just said, grandpa, I love you, I love you. അവളുടെ അപ്പച്ചനെ പതുക്കെ തടവിക്കൊണ്ട്, അപ്പച്ച ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയുവാനിടയായി. So that plan did not work. ആ പദ്ധതി നടന്നില്ല.
So I came up with another plan. അടുത്തൊരു പദ്ധതിയുമായി ഞാൻ മുന്നോട്ട് പോയി. This was a great plan. ഇത് വലിയ വിലയേറിയ ഒരു I പദ്ധതിയായിരുന്നു. was real excited about this plan. ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ വളരെ ആകാംക്ഷഭരിതനായിരുന്നു. Would you like to know what the plan is? നിങ്ങൾക്ക് ആ പ്ലാൻ എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ടോ? This was the plan. ഇതായിരുന്നു അത്. I said to my wife, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, he's your dad. അദ്ദേഹം നിന്റെ പപ്പയാണ്. You get him saved. നീ പോയി സുവിശേഷം അദ്ദേഹത്തോട് പറയുക. I thought that was a great plan. അതൊരു വലിയ പദ്ധതിയായി എനിക്ക് തോന്നി. So my wife sat down with her dad എൻ്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് and said, Dad, do you want to go to heaven? പപ്പായ്ക്ക് സ്വർഗത്തിൽ പോകണമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുവാനിടയായി. And Dad said, the best people have tried to get me to church. No one has succeeded and you won't get me to church. ഇതിലും വലിയ ആൾക്കാർ എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്, അവര് വിജയിച്ചിട്ടില്ല, പിന്നെയാണോ നീ എന്ന് അവളോട് അദ്ദേഹം ചോദിക്കുവാനിടയായി. Wasn't that an interesting answer to the question? അത് ആ ചോദ്യത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ആൻസർ ആയിരുന്നില്ലേ? Why did he answer it that way? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്? Because for years people had tried to get him to come to church. കഴിഞ്ഞ പല വർഷങ്ങളായി അനേകം ആൾക്കാർ അദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. But he had a badge of pride. അദ്ദേഹത്തിന് പക്ഷേ ഒരു വലിയ ഒരു ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഒരു അഹംഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല. Nobody will get me to church. ആരും എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോകത്തില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിൽ പുള്ളി നിന്നിരുന്നു. So my wife said to her dad, എന്നാൽ എൻ്റെ ഭാര്യ പിന്നെയും ഇത് പറയുവാനിടയായി, Dad, I don't want you to go to church. പപ്പ ചർച്ചിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want you to go to heaven. എന്നാൽ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Dad, do you want to go to heaven? ചർച്ചിൽ പോകണ്ട, സ്വർഗത്തിൽ പോകണമോ പപ്പയ്ക്ക് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. Dad said yes. പുള്ളി പറഞ്ഞു യെസ്, എനിക്ക് പോകണം. And she led him to the Lord. അവിടെ വെച്ച് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് നയിക്കാൻ കർത്താവ് സഹായിച്ചു. Now here's the problem. ഇതാണ് പ്രശ്നം. You see, we keep on inviting people to church. നമ്മൾ ആൾക്കാരെ ചർച്ചിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. They don't want to go to church. എന്നാൽ അവർക്ക് സഭയിലേക്ക് പോകാൻ താല്പര്യമില്ല. They want to go to heaven. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. But we never invite them to heaven. പക്ഷേ നമ്മൾ സ്വർഗത്തിലേക്ക് അവരെ വിളിക്കുന്നില്ല. We keep on inviting them to church. നമ്മൾ പിന്നെയും അവരെ സഭയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. They don't want to go to church. അവർ പറയുന്നു എനിക്ക് ചർച്ചിൽ പോകണ്ട, they want to go to heaven. അവർക്ക് സ്വർഗത്തിൽ പോയാൽ മതി. So part of the training we do is we train you how to invite people to heaven. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളെ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചർച്ചിലേക്ക് എങ്ങനെ വിളിക്കണമെന്നല്ല, സ്വർഗത്തിലേക്ക് ആൾക്കാരെ എങ്ങനെ വിളിക്കണം എന്നാണ്. Now when they get born again, ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ God's got something to work with to bring them into the church. ദൈവം ചില കാര്യങ്ങൾ ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി എന്നെ പഠിപ്പിക്കുകയുണ്ടായി. So my father-in-law wanted to go to heaven. എൻ്റെ ഫാദർ-ഇൻ-ലോയ്ക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. I wonder how many people in your world want to go to heaven. നിങ്ങളിൽ എത്ര പേർക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്? Let me ask you a question. ഇന്ന് പകലിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. How many people here today, you know somebody in your world, they're not saved, but you want to get them born again? നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൽ നിങ്ങൾക്കറിയാവുന്ന എത്ര പേരുണ്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് അവരെ രക്ഷയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ? Hands. എനിക്ക് നിങ്ങളുടെ കരങ്ങളൊന്ന് കാണാമോ? There you go. See, there's a harvest of souls here in this building. There's a harvest of souls here in this building. ഈ ബിൽഡിംഗിൽ ഒരു വലിയ കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്തുണ്ടെന്ന് ഞാൻ പറയുന്നു. We're going to have to change the way we do things. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ ഒന്ന് മാറ്റേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. You see, when you got born again, God put His Holy Spirit in you. കർത്താവ് തന്റെ ആത്മാവിനെ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പകർന്നു തരുവാനിടയായി. You have the same Holy Spirit in you that I have in me. എൻ്റെ ഉള്ളിലുള്ള അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത്. And I have the same Holy Spirit in me that you have in you. നിങ്ങൾക്കുള്ള അതേ ആത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിലും വസിക്കുന്നത്. And here's something even more exciting. ഇത് കുറച്ചും കൂടി ആകാംക്ഷയുള്ള വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. You have the same Holy Spirit in you that Jesus has in him. കർത്താവിനുണ്ടായിരുന്ന അതേ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലുമുള്ളത്. Amen. Hallelujah. You know, we teach people that you are already anointed. നമ്മൾ ആൾക്കാരോട് പറയുന്നു നിങ്ങൾ ഓൾറെഡി കർത്താവിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. You see, expect God to open a door. നിങ്ങൾ കർത്താവ് ഒരു വാതിൽ തുറക്കാനായി പ്രതീക്ഷിച്ചിരിക്കുന്നു. My wife and I were out having coffee just recently. My wife and I at a coffee shop having coffee. Okay. ഞങ്ങൾ ഒരു കോഫി ഷോപ്പിലേക്ക് ഈ അടുത്ത കാലത്ത് പോകാനിടയായി. And out of the corner of my eye I could see the lady in the next table. ഞങ്ങൾ ഇരുന്ന ടേബിളിന്റെ കോർണറിലായി മറ്റൊരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. And she kept on going, oh. വല്ലാത്തൊരു ഭാരത്തിൽ അവളിങ്ങനെ ഓ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. And then I looked at her. ഞാൻ അവളെ ഒന്ന് നോക്കി. And she went, oh.
വീണ്ടും അവൾ എന്ന് പറഞ്ഞിങ്ങനെ ഈ വിഷമത്തോടെ ഇരിക്കുന്നത് ഞാൻ കാണുവാനിടയായി. My shoulder is so sore. എന്റെ തോളിന് വല്ലാത്ത ഒരു വേദന ഉണ്ട് എന്ന് അവളിങ്ങനെ പറയുന്നത് ഞാൻ കാണുവാനിടയായി. She opened a door. ഒരു വാതിൽ തുറന്നു കിട്ടുന്നതായി എനിക്ക് മനസ്സിലായി. I said to her, would you like me to pray for your arm? ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ നിന്റെ കൈക്ക് വേണ്ടി എന്ന് ഞാൻ ചോദിച്ചു. She said, would you please? തീർച്ചയായും ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് അവളും ചോദിച്ചു. I said, before I pray for your arm, ഞാൻ നിന്റെ കൈകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് do you know your way to heaven? നിനക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അറിയാമോ എന്ന് ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്ന്. She said, no, how do you get to heaven? എനിക്കറിയില്ല എന്ന് അവൾ പറഞ്ഞു. വീണ്ടും എനിക്ക് സന്തോഷമുണ്ടായി അത് കേട്ടപ്പോൾ. She opened another door. അടുത്തൊരു വാതിൽ വീണ്ടും തുറന്നു കിട്ടി. I didn't open it. എനിക്ക് അത് തുറക്കാനായി സ്വയമേ സാധിക്കത്തില്ല. She opened the door. അവൾ തന്നെ അത് തുറന്നു തന്നു. And so we were able to share the gospel with her. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് സുവിശേഷം എനിക്ക് അവളോട് പറയുവാൻ അത് കാരണമായി തീരുവാനിടയായി. After we shared the gospel with her, സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ ഉടനെ she said, oh, my arm's already healed. എന്റെ കൈകൾക്ക് സൗഖ്യമായി എന്ന് അവൾ ഉടനെ പറയുവാനിടയായി. Hallelujah. Hallelujah. So expect God to open a door. ദൈവം വാതിലുകൾ തുറക്കാനായി കാത്തിരിക്കരുത്. And for you to walk through that door. നിങ്ങൾക്ക് ആ വാതിലിലൂടെ നടക്കാനുള്ള ഇതുണ്ടാവണം. Let me share another story. മറ്റൊരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. A little while back we had the internet changed in our house. ഞാൻ മടങ്ങിപ്പോയപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഇന്റർനെറ്റ് ചേഞ്ച് ആകാനിടയായി. And the technician came to put the equipment in. എന്റെ വീട്ടിലെ ആ എക്യുപ്മെന്റ് ചേഞ്ച് ചെയ്യാനായി ടെക്നീഷ്യൻ വന്നു. And he had to put something in the wall. ഒരു in the door or in the wall. Okay. Sorry. Yeah. ആ ഒരു ഭിത്തിയിലേക്ക് ചില എക്യുപ്മെന്റ്സ് ഘടിപ്പിക്കാനായി അദ്ദേഹം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And so as he started to get down on his knees, അവൻ തന്റെ മുട്ടുകുത്തി ഇങ്ങനെ ആ വോളിൽ ആ എക്യുപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, he said, oh, my knees are so sore. എന്റെ മുട്ട് വല്ലാതെ വേദനിക്കുന്നു എന്ന് അവൻ പറയുന്നത് ഞാൻ കണ്ടു. He opened a door. ഒരു വാതിൽ തുറക്കപ്പെട്ടു. So I shared a testimony. ഞാൻ പതുക്കെ എൻ്റെ ഒരു സാക്ഷ്യം അവനോട് പറയുവാൻ ആരംഭിച്ചു. I said a couple of weeks ago I had so much pain in my hand I couldn't move it. ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ ഈ വിരലുകൾക്ക് വല്ലാതെ വേദന ഉണ്ടായിട്ട് അത് ചലിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. He said my mum believes in prayer and she goes to church. ഉടനെ അവൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്, എൻ്റെ അമ്മ എപ്പോഴും ചർച്ചിൽ പോകുന്ന ഒരാളാണ്. So I waited till he finished what he was doing. പതുക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം തീർത്ത് കഴിയുന്ന ആ സമയം കൊണ്ട്, and when he got up I said to him, can I pray for your knees? അവൻ പതുക്കെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിന്റെ മുട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. He said, would you please? അവൻ ചോദിച്ചു തീർച്ചയായും ഒന്ന് പ്രാർത്ഥിക്കാമോ. I said, before I pray I want to ask you a question. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. And this is a question that we train people to ask. ഈ ക്വസ്റ്റ്യൻ ആണ് മറ്റുള്ളവരോട് ചോദിക്കാനായി ഞാൻ ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്. And this was the question. ഇതായിരുന്നു ആ ചോദ്യം. If you died last night or in 100 years from now, where would you go? ഇന്നലെ രാത്രിയിലോ ഇന്നു മുതൽ 100 വർഷം കഴിഞ്ഞോ നീ മരിച്ചാൽ എവിടെയാവണം നീ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചു. See, that's a non-threatening question. അതൊരു വല്ലാത്ത ഭീകരത ഉള്ള അല്ലെങ്കിൽ അവരിൽ ഒരു ഭീകരത അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണ്. But it'll tell you what they're thinking. It'll tell you what they're thinking. അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയണം. And he said, oh, I believe I'll go to heaven. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമെന്ന്. I said, have you asked Jesus into your heart? നീ കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. He said no. ഇല്ല എന്ന് അവൻ പറഞ്ഞു. I said, well, what makes you think you'll go to heaven? എന്നിട്ടും നീ സ്വർഗ്ഗത്തിൽ പോകുമെന്നാണോ നീ വിശ്വസിക്കുന്നത് ഞാൻ വീണ്ടും ചോദിച്ചു. He said, I believe God is good and he would never send me anywhere bad. അവൻ പറഞ്ഞു കർത്താവ് നല്ലവനാണ്, അവൻ തീർച്ചയായും എന്നെ രക്ഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. And I thought he's going to make a great Christian. അവൻ നല്ലൊരു ക്രിസ്ത്യാനിയായി മാറുമെന്ന് എനിക്ക് അപ്പോൾ തോന്നി. So I said to him, ഞാൻ അവനോട് പറഞ്ഞു, would you pray a prayer with me to ask Jesus into your heart? ഇന്ന് പകലിൽ നീ നിന്റെ കർത്താവിനെ നിന്റെ രക്ഷകനായി സ്വീകരിക്കാനായി ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. When you do that, God will forgive you of your sins. കർത്താവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. He'll put his Holy Spirit in to help you live every day. നീ ഇന്ന് മരിച്ചാലും നിന്റെ ദൈവത്തിന്റെ ആത്മാവിനെ അവൻ നിന്റെ ഉള്ളത്തിൽ പകരുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. And when you die, you'll go to heaven. നീ അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. So he had some tools in his hand. അവന്റെ കയ്യിൽ ചില ആയുധങ്ങൾ, അവൻ പണിഞ്ഞുകൊണ്ടിരുന്ന ചില ആയുധങ്ങൾ ഉണ്ടായിരുന്നു. He put them down. അത് അവൻ പതുക്കെ താഴെ വെച്ചു. He had a tool belt on. ഒരു ടൂൾ ബെൽറ്റ് അവൻ ഉണ്ടായിരുന്നു. He took that off. അത് അവൻ അഴിച്ചു മാറ്റി വെച്ചു. We're about to do some serious business. അവൻ എന്തോ ഒരു കാര്യമായി ചെയ്യാൻ പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. And so I
gently put my hand on his shoulder പതുക്കെ ഞാൻ എൻ്റെ കരങ്ങൾ അവന്റെ തോളിലേക്ക് വെച്ചു. and just led him through a simple prayer asking Jesus into his heart. പതുക്കെ ഒരു ശാന്തമായ പ്രാർത്ഥനയിലേക്ക് കർത്താവിനെ അവന്റെ രക്ഷകനായി അവന്റെ ഉള്ളത്തിലേക്ക് സ്വീകരിപ്പാൻ ഞാൻ അവനെ നയിച്ചു. And when we said amen, ഞങ്ങൾ ആമേൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ he said, wow, വല്ലാതെ അവൻ ഭയങ്കരമായി ആഹ്ലാദിപ്പാനിടയായി. something's just happened. എന്തോ ഒന്ന് എന്റെ ശരീരത്തിൽ ഉണ്ടായി എന്ന് അവൻ പറഞ്ഞു. And he put out his hands and said, I got goosebumps. എനിക്ക് വല്ലാത്ത ഒരു കുളിരു കോരുന്ന അനുഭവം ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടായെന്ന് അവൻ പറയുവാനിടയായി. I put out my arms, I had goosebumps too. ഞാനും അവന്റെ കരത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ കരത്തിലും ആ കുളിരുണ്ടാകുവാനിടയായി. It was a goosebump moment. അതൊരു വല്ലാത്ത കുളിരു കോരുന്ന ഒരു അനുഭവമായിരുന്നു, ആ നിമിഷങ്ങളായിരുന്നു. When he had finished, അത് കഴിഞ്ഞപ്പോൾ തന്നെ I said to him, I'm so glad you came today. ഇന്ന് നീ ഇവിടെ വന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു എന്ന് ഞാൻ അവനോട് പറഞ്ഞു. He said, no, you don't understand. ഇല്ല നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് അവൻ പറയുന്നു. He said, I've been at this job for 7 years. 7 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു. And this is the best day I've had on the job. ഇന്ന് ഈ രാവിലെ സമയമാണ് ഇത്രയും വർഷത്തിനിടയിൽ എൻ്റെ ജോലിയിലെ ഏറ്റവും നല്ല ദിവസമെന്ന് അവൻ പറയുന്നു. And he said to me, my mum rings me up every Sunday. എല്ലാ ഞായറാഴ്ചയും എൻ്റെ അമ്മ എന്നെ വിളിക്കും എന്ന് അവൻ പറഞ്ഞു. Why do you think mum was ringing him up on Sunday? എന്തിനായിരിക്കും അമ്മ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? Yeah. She was inviting him to church. ചർച്ചിലേക്ക് വിളിക്കാനായി ക്ഷണിക്കാനായിരുന്നു എല്ലാ ആഴ്ചയും അവന്റെ അമ്മ അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. He didn't want to go to church. അവന് ചർച്ചിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. He wanted to go to heaven. അവന് പക്ഷേ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. But nobody had ever invited him. പക്ഷേ അതിലേക്ക് അവനെ ആരും ഒരിക്കലും ക്ഷണിച്ചിരുന്നില്ല. I believe there are people right now in your world. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Expect God to open doors. Expect God to open the door. ചില വാതിലുകൾ ദൈവം അവർക്കായി തുറക്കാൻ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. So you can share the gospel. അതിലൂടെ നിങ്ങൾക്ക് സുവിശേഷം അവരോട് പങ്കുവെക്കുവാനിടയാകണം. We also train people in our training program how to have miracles. എങ്ങനെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ദൈവനാമത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയും ഞാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യാം. How many people would like to see miracles? എത്ര പേർക്ക് അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരാണ്? Amen. Amen. Yeah. Well, we train people how to have miracles. എങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് ഞാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യാറുണ്ട്. And we train them to do it the same way Jesus did. എങ്ങനെയാണോ യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത് അതേ രീതിയിൽ ചെയ്യാനാണ് ഞാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത്. Interesting, Jesus never prayed for anyone to be healed in his ministry. He never prayed. Never prayed for anyone to be healed. യേശു കർത്താവ് ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല ആരും സൗഖ്യമാകാൻ. Well, you might say, well, if Jesus, he got the look on his face, I love it. പെട്ടെന്ന് എൻ്റെ മുഖത്തുണ്ടായ എക്സ്പ്രഷൻ കണ്ടോ, യേശു പ്രാർത്ഥിച്ചില്ല എന്ന് പറയുമ്പോൾ. So the question is, if he didn't pray for people to be healed, what did he do? അങ്ങനെ യേശു പ്രാർത്ഥിച്ചില്ല എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എന്താണ് യേശു ചെയ്തത്? Jesus commanded. യേശു കൽപ്പിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നില്ല. He commanded. യേശു കൽപ്പിക്കുകയായിരുന്നു. Remember the man that was crippled lowered down through the roof with his 4 friends? ഓട് ഇളക്കി അവന്റെ നടുക്കിലേക്ക് കട്ടിലൂടെ ഇറക്കി വെച്ച ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Jesus commanded, take up your bed and walk. എഴുന്നേറ്റ് നടക്കായി അവനോട് കൽപ്പിക്കുകയായിരുന്നു. The storm, remember the disciples are crossing the lake and this big storm comes up? പടകിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശക്തമായി ആഞ്ഞടിച്ച കാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? They had already decided they're going to drown. അവർ നശിച്ചു പോകുമെന്ന് അവർ തന്നെ തീരുമാനിക്കുവാനിടയായി. They just needed one more vote, Jesus, and then they could go drown. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ കുറിച്ച് അവർ കർത്താവിനെ വിളിപ്പാൻ. But Jesus wakes up and he says, peace be still. എന്നാൽ യേശു എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയല്ല, കൽപ്പിക്കുകയാണ് ചെയ്തത്. കാറ്റേ അടങ്ങുക. Jesus commanded. യേശു കൽപ്പിച്ചു. My favorite one is Lazarus. ലാസറിനെ ഉയർപ്പിച്ച സംഭവം. Lazarus has been dead 4 days. 4 ദിവസം നാറ്റം വെച്ച് ലാസർ കല്ലറയ്ക്കകത്തായിരുന്നു. This is big. ഇതൊരു വലിയ സംഭവമാണ്. We need a big, anointed, powerful, Holy Ghost prayer. എന്നാൽ ശക്തമായ ദൈവിക ആത്മാവിന്റെ ഇടപെടലാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. We're going to have something big. നമുക്ക് ചിലത് വലുത് ആവശ്യമാണ്. Powerful. ശക്തമായ ആത്മാവിന്റെ ഇടപെടൽ. Anointed. ശക്തമായ അഭിഷേകത്തിന്റെ ആത്മാവിന്റെ പകർച്ച നമുക്ക് ആവശ്യമാണ്. If it was us today, we'd send out a text message. Everyone pray. ഇന്നായിരുന്നു അത് സംഭവിച്ചെങ്കിൽ നമ്മൾ എല്ലാവരും ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാൻ തുടങ്ങിയേനെ. പ്രാർത്ഥിക്കുക. We'd all get together and hold hands. നമ്മൾ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ചേനെ. Come by here, my Lord. Come by here. Oh Lord, come by here. You know, we would do all sorts of interesting things. നമ്മൾ മറ്റും ചില കാര്യങ്ങൾ ചെയ്തേനെ, ഇങ്ങനെ പാടുകയും കരങ്ങൾ കോർത്തു പിടിക്കുകയും ഒക്കെ അല്ലാതെ. So now we're watching Jesus. നമ്മൾ പക്ഷേ യേശുവിനെ നോക്കുന്നില്ല.
What's he going to do? എന്നാൽ യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? This is big. ഇത് വലിയൊരു വിഷയത്തിന്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. Powerful anointed prayer. നല്ല ശക്തമായ അഭിഷേകത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമായിരുന്നു. And we're watching Jesus. എന്നാൽ നമ്മൾ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And Jesus stands there. കർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് And he says, Lazarus, come forth. എന്നാൽ കർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് കമാൻഡ് ചെയ്യുകയായിരുന്നു. Jesus? കർത്താവേ, Is that it? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? Is that it? ഇത്രയുള്ളോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടേനെ. See, we teach you how to pray the same way Jesus did. We teach you to pray the same way Jesus did. ഇന്ന് പകലിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. Amen. ആമേൻ. See, when we're in church, നമ്മൾ ചർച്ചിലായിരിക്കുമ്പോൾ we sing songs. നമ്മൾ പാട്ട് പാടുന്നു. And pastor may not do this, but I've been in churches where they say, let's sing the song one more time. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് പാടാം. ഞാൻ ഇവിടെ കണ്ടില്ല, പക്ഷെ മറ്റു ചില ചർച്ചകളിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് പാടാമെന്ന് പറയും. Let's bring in the anointing. നമുക്ക് അഭിഷേകത്തെ കൊണ്ടുവരാമെന്ന് അവർ പറയും. And then you're down the shopping center. And you're down the shopping center. നിങ്ങൾ ഷോപ്പിംഗ് സെന്ററിലാണോ? God opens a door. നിങ്ങൾ ദൈവം വാതിൽ തുറക്കുന്നു. And you say to this person, just a minute, I've rung Mary, she'll be here in a minute, she's going to sing and bring in the anointing. അഭിഷേകം കൊണ്ടുവരാനായി നിങ്ങൾ ആവശ്യപ്പെടുമോ? And Bill, he's on the way, he's the catcher in case you fall. Sorry? Bill's on the way, he's the catcher in case you fall. That's a poem, I think. Catcher. Okay. Yeah. Go ahead. Okay. അത് ഇംഗ്ലീഷിലെ ഒരു ചൊല്ല് അദ്ദേഹം പറയുകയായിരുന്നു. Bill is a catcher. Yeah. So we've got to take our mindset out of what happens in the church ഇങ്ങനെയുള്ള മനോഭാവങ്ങളെ നാം മാറ്റേണ്ടിയിരിക്കുന്നു. to what happens in the marketplace. ഈ ചന്തയിൽ അല്ലെങ്കിൽ കച്ചവട സ്ഥലത്ത് നടക്കുന്നത് പോലെയല്ല ദൈവസഭയിൽ. Amen. ആമേൻ. Because you carry the anointing. നിങ്ങൾക്ക് അഭിഷേകത്തെ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടോ? And when you give God something to work with, ദൈവത്തിന് പ്രവർത്തിക്കാനായി നിങ്ങളെ തന്നെ ചിലത് കൊടുക്കുമ്പോൾ, you lay hands on the sick. ആമേൻ, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കണം. The sick will recover. ആമേൻ, രോഗികൾ സൗഖ്യമാകുക തന്നെ ചെയ്യും. Amen. Now in our training that we do, ഞങ്ങൾ പരിശീലിപ്പിക്കുന്ന പരിശീലനത്തിൽ we pair people up right throughout the building. We pair people. ഞങ്ങൾ രണ്ടുപേരെയായിട്ട് പെയർ ചെയ്യാറുണ്ട്. And we give them a card to read. അവർക്ക് വായിക്കാനായി ഞങ്ങൾ ഒരു കാർഡ് കൊടുക്കാറുണ്ട്. And we tell them, take the card with you. ഈ കാർഡ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. And when God opens a door, ദൈവം ഒരു വാതിൽ തുറക്കുമ്പോൾ, you might not be able to remember anything, നിങ്ങൾ ഒരുപക്ഷേ ഇതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. but you can read the card. അറ്റ്ലീസ്റ്റ് ഈ കാർഡ് വായിക്കണമെന്ന് ഞങ്ങൾ അവരോട് പറയാറുണ്ട്. And we tell people, if you need healing, tell the person that's praying for you right now. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ മുന്നിൽ നിൽക്കുന്ന ആളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളോട് പറയുവാൻ ഞങ്ങൾ പറയാറുണ്ട്. This is in our training. ഇതാണ് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത്. And every time we always have miracles. എന്നാൽ എല്ലാ പ്രാവശ്യവും കർത്താവിന്റെ ആത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കാണുവാനിടയാകുന്നു. Every time. എല്ലാ സമയവും Believers praying for believers. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ we have miracles. ആമേൻ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. In Sri Lanka, ശ്രീലങ്കയിൽ ഒരു പ്രാവശ്യം there was a lady during the war, a grenade had gone off and she lost the sight in her right eye. വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. As a believer was praying for her, ഒരു വിശ്വാസി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ she got her sight back. അവളുടെ കാഴ്ച അവൾക്ക് മടക്കി കിട്ടി. In Fiji, during the training, a man had lost his voice box during an operation. ഫിജിയിൽ ഒരു ഓപ്പറേഷനിൽ തന്റെ ശബ്ദം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുവാനിടയായി. And as a believer was praying for him, ഒരു വിശ്വാസി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. he had a creative miracle. God put the voice box ദൈവം back in. ശക്തമായി അവന്റെ ശബ്ദം തിരിച്ചു കൊടുക്കുന്നതായി ആ മീറ്റിംഗിൽ വെളിപ്പെടുവാനിടയായി. Hallelujah. Hallelujah. So we want to train believers how to have miracles. അതുകൊണ്ട് തന്നെ വിശ്വാസികളിലൂടെ എങ്ങനെയാ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ട്രെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because Jesus used miracles to reach people. ആമേൻ. ഹല്ലേലൂയ. റിച്ച് ആയുള്ള ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് ദൈവം അത്ഭുതങ്ങളെ ഉപയോഗിച്ചു. And God's still doing the same today. അത് തന്നെ കർത്താവ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. Let's just quickly look at John chapter 14 verse 12. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വേഴ്സസ് John chapter 14 verse 12. 14-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. Jesus made an incredible statement here. ഒരു ശക്തമായ സ്റ്റേറ്റ്മെന്റ് കർത്താവ് ഇവിടെ പറയുകയാണ്. He said, those who believe in me.
എന്നിൽ വിശ്വസിക്കുന്നവർ they will do the same works. ആമേൻ, ഞാൻ ചെയ്ത അതേ അത്ഭുത പ്രവർത്തികൾ അവരും ചെയ്യും. Do you believe in Jesus നിങ്ങൾ today? കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? Amen. ആമേൻ. Well, Jesus expects you to do the same works he did. അങ്ങനെയാണെങ്കിൽ കർത്താവ് ചെയ്ത അതേ അത്ഭുത പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Blind eyes were open. ആമേൻ. കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കണ്ണുകൾ തുറന്നു. The deaf could hear. ആമേൻ. ചെകിടന്മാർ കേട്ടു. Cripples could walk. മുടന്തന്മാർ നടന്നു. Jesus said, "Those who believe in me will do the same work." കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഇത് തന്നെ ചെയ്യും. ഹല്ലേലൂയ. So I want to encourage you today. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുവാനുള്ളത്, See, there's a change coming in the realm of the spirit. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്തിൽ ശക്തമായ ഒരു മാറ്റം വരാൻ പോകുകയാണ്. God is raising up the greatest army he has all over the world, the saints of God. ശക്തമായി ദൈവത്തിന്റെ ഒരു വലിയ സൈന്യത്തെ തന്നെ ദൈവം എല്ലാ ഭാഗത്തുനിന്നും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. To do the work of the ministry. കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി. Now, if I were the devil, ഞാൻ സാത്താൻ ആയിരുന്നുവെങ്കിൽ I'd say, don't change anything. ഞാൻ പറഞ്ഞേനെ, ഒന്നും മാറ്റരുതെന്ന്. Just keep doing what you've been doing. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞേനെ. But if I were God, ഞാൻ എന്നാൽ ദൈവമായിരുന്നെങ്കിൽ I would say, I have placed you in the kingdom for such a time as this. ആമേൻ. ശക്തമായി ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞാൻ നിന്നെ ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. I have put my precious Holy Spirit in you. എന്റെ വിശുദ്ധമായ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്ന് And പറയും. I have placed people in your world that only you can reach. ആമേൻ. നിങ്ങൾക്ക് മാത്രം രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന ചിലർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. So I want to encourage you today. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുവാനുള്ളത്, Expect God to open a door. ദൈവം അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാനായി പ്രതീക്ഷിക്കുക. And you be bold to walk through that door. ആമേൻ. നിങ്ങൾ അതിലൂടെ നടന്ന് സുവിശേഷം പറയുവാൻ ആമേൻ പ്രാപ്തരായിരിക്കുക, ഒരുങ്ങിയിരിക്കുക. And we're going to see a great harvest of souls. നമ്മൾ ആത്മാക്കളുടെ വലിയൊരു കൊയ്ത്ത് കാണാൻ പോകുകയാണ്. And I have been to your nation and done some training. നിങ്ങളുടെ രാജ്യത്തും ഞാൻ കടന്നുപോയി ചില ട്രെയിനിങ്ങുകൾ നടത്തിയിരുന്നു. And I look forward to coming back again and maybe doing some more training here. കുറച്ചും കൂടെ കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് ചില ട്രെയിനിങ്ങുകൾ ഇവിടെയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because we are to equip and train you to do the work. ആമേൻ. കർത്താവിന്റെ വേല ചെയ്യാനായി ചിലരെ ഒരുക്കി എടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. Amen. ആമേൻ. Well, Father, we thank you for these precious people. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. Open doors for them this week. വാതിലുകളെ കർത്താവ് തുറക്കണമേ. Let them see your manifest glory. കർത്താവേ, ശക്തമായി നിന്റെ പ്രവൃത്തി ഈ ജനം കാണട്ടെ. With souls coming into the kingdom. ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരട്ടെ. With signs, wonders and miracles. കർത്താവേ, ശക്തമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ജനത്തിന്റെ ഇടയിൽ നടക്കട്ടെ. And we thank you for it now, Father. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. God bless you. God bless you. God bless you.